എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ കുറച്ച് മെനക്കേടായിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ ഇല്ലേ, അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി പൗഡറും, തരിതരിപ്പായിട്ട് പൊടിച്ച മുളകാണ് കേട്ടോ, പാകത്തിനുള്ള ഉപ്പും. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണം 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ, അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ചേർക്കാൻ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം മസ്റ്റായിട്ട് വേണം. ഇതാണ് ശരിക്കും നമ്മൾക്ക് ഈ ഒരു ചിക്കനെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലകളൊക്കെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനുള്ളത്. നമുക്കിനി ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അതിന് മുൻപ് തന്നെ പകുതി നാരങ്ങയുടെ നീര്, ഒരെണ്ണം വേണ്ട കേട്ടോ, ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചുറ്റിനും ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുളിപ്പ് അധികം ഇല്ലാത്ത തൈര് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ. മസ്റ്റായിട്ട് നാരങ്ങയും വേണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ചില വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ആഘോഷം പോലെയാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള റെസിപ്പി ചിക്കൻ ബിരിയാണി. നല്ല റിച്ചും ഫ്ലേവർഫുള്ളുമാണ്, പക്ഷെ അതിന് കുറച്ച് പണിയുണ്ട്. അതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇന്നത്തെ എൻ്റെ പാചകം വീഗാർഡിൻ്റെ VIC 150 ഇൻഡക്ഷൻ സ്റ്റൗവിലാണ്. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതിലാണ് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഹീറ്റ് കൺട്രോൾ കൂടുതൽ വേണ്ട സമയങ്ങളിൽ. അപ്പോൾ പാനിലേക്ക് നെയ്യ് ഒഴിച്ച ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ബിരിയാണിയുടെ മനോഹാരിത എന്ന് പറയുന്നത് ഇതിൻ്റെ ലെയറിംഗ് ആണ്. അപ്പോൾ കറക്റ്റ് ചൂട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കരിയാതെ ഇതിൻ്റെ ഫ്ലേവർ കിട്ടത്തുള്ളൂ. നമുക്കിനിയിപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറാണ് വേണ്ടതെങ്കിൽ നമുക്ക് സാവകാശം കൺസിസ്റ്റൻസി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം വീഗാർഡിൻ്റെ VIC 150 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിൽ പേടിക്കേ വേണ്ട. അപ്പം കൂടുതൽ ചൂട് കൂടി കരിയത്തുമില്ല, എന്നാൽ ചൂട് കുറഞ്ഞ് അത് വേഗാതിരിക്കത്തുമില്ല. കറക്റ്റ് ടെമ്പറേച്ചർ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്ക് യാതൊരു ടെൻഷൻ ഇല്ലാതെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി വഴണ്ട് വന്ന ശേഷം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് സ്ലോ കുക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചിക്കൻ ചുമ്മാ അങ്ങ് വെന്താലും പോരാ, ആ മസാലയൊക്കെ അതിൽ പിടിച്ച് നല്ല സ്വാദ് എല്ലായിടത്തും ഒരുപോലെ കിട്ടണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ വീഗാർഡിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ആകുമ്പോഴേക്ക് എല്ലായിടത്തും ഒരുപോലെ ചൂട് കിട്ടും. അപ്പം നമ്മൾ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് അടപ്പ് മാറ്റിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, അടി ചേർത്ത് വേണം നമ്മളിത് ഇളക്കി എടുക്കാനുള്ളത്. ഇപ്പം നമ്മൾ മറ്റടുപ്പുകളിൽ വയ്ക്കും പോലെ അല്ല, ഇപ്പം അടുക്കി പിടിക്കുന്നോ കരിഞ്ഞു പോകുന്നോ എന്നുള്ള ഭയം ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്ക് ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്തെന്ന് വെച്ചാൽ എല്ലാത്തിനും ഓരോ പ്രീസെറ്റ് മോഡലുകളുണ്ട്. അപ്പം ഇത് ഞാൻ ബോയിലിങ്ങിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച ശേഷം അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചോറ് റെഡിയാവും. അപ്പം അത് നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. അപ്പം നമ്മൾ ആ വെള്ളത്തിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല മണവും ഫ്ലേവറും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു ടൈം ആയപ്പോഴേക്ക് ബോയിലിംഗ് നടക്കുന്നുണ്ട്. റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ റൈസ് ഞാൻ ഊറ്റി എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ പാൻ എടുത്ത് വെച്ചു. ഇതേ പാനിൽ തന്നെ നമുക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് സാഫ്രോൺ
പാലിൽ കലക്കിയത് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. അതൊക്കെ ഒഴിക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ മസാല ആക്കിയത് ഇതുപോലെ ഒരു ലെയർ വെച്ച് കൊടുക്കുകയാണ്. നോർമലി നമ്മൾ എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതിലും റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇടുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നത് കേട്ടോ. അടുത്ത ലെയർ നമ്മൾ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഗാർഡിൻ്റെ VIC 150 ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കിംഗ് ചെയ്ത് മാറാൻ പറ്റും. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ചട്ടുപൊട്ടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ അടുത്ത ലെയറും ഞാൻ ചിക്കൻ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം എങ്ങനെ ലെയർ ചെയ്തോ അതേപോലെ തന്നെ നമുക്ക് ഇത് ലെയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ കണ്ടതല്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി നമുക്ക് ലെയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് മീതെ നമ്മൾ കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഈ സാഫ്രോൺ പാലിൽ കലക്കിയതും കൂടി ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാനേ കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം എനിക്കിഷ്ടമുള്ള ഒരു പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ലെയറിങ് ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും മീതെ നമ്മൾ ഇതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവാളയൊക്കെ വറുത്തത് ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ മീതെ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതുപോലെ വെച്ചാണ് നമ്മൾ ഇത് ഗാർണിഷ് ചെയ്യണത്. ബിരിയാണിയുടെ ലെയറിങ് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടെമ്പറേച്ചർ സെറ്റിംഗ് ആണ്. അപ്പോൾ ഇതിലൊരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ ഈ ചെയ്തതൊക്കെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ ചിക്കനിൽ മസാല പിടിച്ച പോലെ തന്നെ ചോറിലേക്കും ആ രുചി എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലോ കുക്കാണ് പ്രീസെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കും. 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് താനേ അത് ഓഫ് ആയിക്കോളും. ഇതാ കണ്ട നമ്മളുടെ ബിരിയാണി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും അടപ്പ് മാറ്റിയപ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ ബിരിയാണി വലിയ പ്രിയമുള്ള എത്ര പേരുണ്ട്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ബിരിയാണിയാണ് ഇഷ്ടം? ഇപ്പം ചിലർക്ക് പനീറായിരിക്കാം, അതുപോലെ മറ്റു ചിലർക്ക് മട്ടണായിരിക്കാം, ബീഫായിരിക്കാം, ഫിഷ് ബിരിയാണി ഇഷ്ടമുള്ളവരുണ്ട്. ഏത് ബിരിയാണി വേണമെങ്കിലും നമുക്ക് ഈ വീഗാർഡിൻ്റെ VIC 150 ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ടേബിളിലേക്ക് അതൊന്ന് സെർവ് ചെയ്യാണ്. അതിന് മീതെ നമ്മൾ ഇതുപോലെയൊക്കെ ഗാർണിഷ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ വിളമ്പുമ്പോൾ ഉണ്ടല്ലോ, അതിന് കാണാനും ഭംഗി, കഴിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രയത്നത്തിൻ്റെ പരിണിത ഫലമാണ് ഈ വെറൈറ്റി ബിരിയാണി. അപ്പോൾ ഇതുണ്ടാക്കാൻ എന്നെ സഹായിച്ചത് വീഗാർഡിൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗ ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.